ഇതിട്ടില്ലേ സൂപ്പർ ടേസ്റ്റ്. ആകെ 5 ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ളൂ, പക്ഷേ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചിട്ടാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്റ്റ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് സംഭവം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഉള്ളി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ശരിക്കൊന്ന് മൂത്ത് തന്നെ വരെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നാൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഏകദേശം മീഡിയം ഫ്ലെയിം വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചിട്ടുണ്ടായി. അതും കൂടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുക്കുക. ഏറ്റവും നല്ല വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സവാളയല്ല ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഏകദേശം വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുളക് ചതച്ചത് ഒരു ഏകദേശം എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു തന്നെ. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ശരിക്കും നമ്മൾ മിക്സ് ചെയ്യും. ഇത് ഏകദേശം ഒന്നും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വേപ്പില നമുക്ക് ഓപ്ഷനിലാണ്, അതുകൊണ്ട് അതൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൂട്ടിയിട്ടില്ല. ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് കൂടി നമ്മൾ മുരിഞ്ഞ് വരുമ്പോൾ സംഭവം നമുക്ക് നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെറും 5 ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ചിക്കൻ റോസ്റ്റ് സെറ്റാവും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ സാധനം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കനും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ചിക്കൻ അങ്ങോട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല മുരിഞ്ഞപ്പോൾ മണമുണ്ടല്ലോ, അതൊക്കെ ഇടില്ലായിരുന്നു. അങ്ങോട്ട് ചേർത്ത് ഇതിലേക്കാണ് പിടിപ്പിച്ചാണ്ടല്ലോ. കുറച്ച് സമയം നമ്മളൊന്ന് അടച്ച് വേവിക്കണം. അടച്ച് വെച്ച് ചിക്കനിന് ആവശ്യത്തിന് വെള്ളം വരും. അതുകൊണ്ട് നമുക്ക് വെള്ളം ശരിക്കും പറഞ്ഞാൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഏകദേശം ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമൊക്കെ വെക്കാം. അടിക്ക് പിടിക്കാത്ത രീതിയിലൊന്ന് സംഗതി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിന്നൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ച് വെച്ചിട്ട് സാധനം റെഡിയായി വന്നോളൂ. വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് വെള്ളം വന്നോളൂ. അപ്പോൾ നമ്മളൊരു ഏകദേശം 150 ഗ്രാം ഉള്ളിയും പിന്നെ അതുപോലെ ഒരു 10 വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണാണ് നമ്മുടെ മുളക് ചേർച്ചെടുത്തത്. പിന്നെ കുറച്ച് ഉപ്പും പിന്നെ ലാസ്റ്റ് ഒരു ചെറിയൊരു സാധനം കൂടെ ഉണ്ട്. അത്രയും ചേർന്നാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് സെറ്റാണ്ടാ. അപ്പോൾ കൈസ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇതേ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടാ നന്നായിട്ട് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് വേവിച്ചെടുത്തത്. കണ്ടാ സാധനം നന്നായിട്ട് റെഡി ആവുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവാകുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയ നമ്മുടെ ചിക്കൻ റോസ്റ്റ് സിമ്പിളായിട്ട് റെഡിയാക്കാൻ എടുക്കാൻ പറ്റിയ നമ്മുടെ കിഡിലൻ ചിക്കൻ റോസ്റ്റ്. ഓക്കെ, പോളിസ് വേണം രക്ഷയില്ലട്ടോ, കിട്ടില്ല മണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിനി സാധനം നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ റെഡി ആവുന്നപ്പോൾ നൈറ്റായി
ലൈറ്റ് മൂഡിൽ കഴിക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റ് നമ്മൾ ബ്രെഡിൻ്റെ കൂടെ ചിക്കൻ റോസ്റ്റ് അടിച്ചാണ്ടല്ലോ ഫ്രഷ് ഉണ്ടാവില്ല. ഗ്രേവി നോക്കിയത് ഓഹ് കിടിലൻ ഗ്രേവി ഉണ്ടോ എൻ്റെ അമ്മ. സാധനം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടാ ഒരു ബ്രെഡിൻ്റെ പീസ് അങ്ങോട്ട് എടുത്തിട്ട് ചെറിയ നല്ല ചൂടുണ്ട് ചെറിയ പീസ് അങ്ങോട്ട് എടുത്തിട്ട് ഗ്രേവിയിലൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ചൂട് എൻ്റെ അമ്മ വേണ്ട ഇതല്ലേ സൂപ്പർ ടേസ്റ്റ്. ആകെ 5 ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ളൂ, പക്ഷേ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ. ഒരു മസ്റ്റർഡ് റെസിപ്പിയാണല്ലേ ചിക്കൻ സാധനം. വെറൈറ്റി ചിക്കൻ റോസ്റ്റ് ആയിരിക്കും. ചിക്കൻ സാധനം എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് തോന്നുന്നു. എല്ലാവർക്കും ചെറിയ പിള്ളേർക്ക് വരെ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അവരുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ നമ്മൾ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.